അതേപോലെ തന്നെയാണ് യാ മുഹമ്മദ് എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹമ്മദ് എന്ന് വിളിക്കാൻ പാടില്ല. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ലാ തജഅലൂ ദുആ റസൂലി ബൈനക്കും. എവിടെ ഹാഫിളുകൾ തൊള്ള തുറക്കണില്ല. ലാ തജഅലൂ ദുആ റസൂലി ബൈനക്കും കദുആഇ ബഅദികും ബഅദാ. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കാൻ നിൽക്കരുത്. യാ മുഹമ്മദ് എന്ന് മുത്തനബി വിളിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു വിഷയവും അതിലുണ്ട്. അപ്പോൾ യാ മുഹമ്മദ് എന്ന് വിളിക്കരുത്. പിന്നെ പിൻപത്തെ കാട്ടുക, അങ്ങനെ വിളിക്കുന്നത് കറാത്താണെന്നും ഹറാമാണെന്നൊക്കെ പറയാൻ അഭിപ്രായമാണ്. ചുരുങ്ങിയ കറാത്തെങ്കിലുമാണ്. പിന്നെന്താ യാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ, മുഹമ്മദ് എന്ന് പറഞ്ഞാൽ എന്താ? സ്തുതിക്കപ്പെട്ടവൻ. അത് നബിതങ്ങളെ വിശേഷണമായിട്ട് വിളിക്കുക, പേരായിട്ട് മുമ്പിൽ തന്നെ വിളിക്കണ്ട. യാ ഹബീബി, അള്ളാഹുവിൻ്റെ കൂട്ടുകാരനായ നബിയെ എന്നുദ്ദേശിക്കുക. അവിടെ അള്ളാഹുവിൻ്റെ കൂട്ടുകാരനായ നബിയെ, യാ ഹബീബ റബ്ബി എന്ന വാർത്തത്തിൽ. പിന്നെ യാ മുഹമ്മദ് എന്നിടത്ത് ഓ സ്തുതിക്കപ്പെട്ടവരെ, അങ്ങനെ എഴുതിയാൽ മതി. നസൂലതവില്ല. അല്ല നബിനെ മുഹമ്മദേ നിലവിളി പറ്റുമോ? പറ്റില്ല. ഹദീസിൽ ഉണ്ട് ഒരു മുഹമ്മദ് എന്ന് പറയുന്ന ഒരു യാ മുഹമ്മദ് ഇന്നാന തവസ്സലുക ഇലാ റബ്ബിക വസ്ബിർ എന്ന് പറയുന്ന ഒരു ഹദീസുണ്ട്. അവിടെ മാത്രം വാരിദായത് കൊണ്ട് അത് അതേപോലെ തന്നെ പറയാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ യാ മുഹമ്മദ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെന്ത് പറയണം? യാ മുഹമ്മദ് എന്ന് പറയുമ്പോൾ സ്തുതിക്കപ്പെട്ടവരെ എന്നാണ് ഉദ്ദേശിക്കേണ്ടത്. അങ്ങനെ യാ ഹബീബി യാ മുഹമ്മദ് യാ അറൂസൽ ഖാഫിഖൈനി. യാ അറൂസ്, ഓ പുതിയാപ്പിളെ, പുതുമാരനാണ് അറൂസ്. ഖാഫിഖൈൻ, മശ്രിഖിലെയും മഗ്രിബിലെയും മീൻസ് ലോകത്തെ മുഴുവനും. ഒരു വിവാഹ സദസ്സിലേക്ക് പുതുമാരൻ കടന്നു വരുമ്പോൾ എങ്ങനെയാണോ അവിടെ സ്വീകരിക്കപ്പെടുന്നത്, അതുപോലെ മശ്രിഖിൻ്റെയും മഗ്രിബിൻ്റെയും പുതിയാപ്പിളെ ലോകം മുഴുവനും മുത്തുനബിയെ സർവ്വസന്നാഹങ്ങളോടുകൂടെ സ്വീകരിക്കുന്ന ആളാണ് മുത്തുനബി. അപ്പോൾ യാ അറൂസൽ ഖാഫിഖൈൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? ലോകം മുഴുവനും വളരെ ആവേശത്തോടെ, പുതിയാപ്പിള ഒരു സെക്കൻഡും 4 സെക്കൻഡും കല്യാണ പന്തലുള്ള ആൾക്കാർ മാത്രമാണ്, അല്ലെങ്കിൽ 10. ഇത് ഖിയാമത്ത് നാൾ വരെ ലോകത്തുള്ള മുഴുവൻ ആളുകളും ഒരു പുതിയാപ്പിളിനെ സ്വീകരിക്കുന്നത് പോലെ സ്വീകരിക്കുന്ന ആളാണ് മുത്തുനബി. അപ്പോൾ യാ അറൂസൽ ഖാഫിഖൈനി യാ മുഅയ്യദ് യാ മുമജ്ജദ് യാ ഇമാമൽ ഖിബ്ലതൈനി. യാ മുഅയ്യദ്, ശക്തിപ്പെടുത്തപ്പെട്ടവരായ നബിയെ, പിൻബലം നൽകപ്പെട്ടവരായ നബിയെ. തഅയീദ് കൊടുക്കുക. ഒരാളൊരു വിഷയം പറഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് അതങ്ങനെ തന്നെയാണ് എന്ന് വേറൊരാൾ പറയുമ്പോൾ അതിന് തഅയീദ് ചെയ്യാന്നറിയാം. ഞങ്ങളുടെ മർക്കസിലൊക്കെ ചിലപ്പോൾ ക്ലാസ് റൂമിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഷെയ്ഖുന പുസ്തക വിഷയം പറഞ്ഞാൽ ചിലവർ മറ്റേ കിതാബിൽ എങ്ങനെയുണ്ട് അങ്ങനെ പറയാം. ചിലപ്പോൾ അത് നിങ്ങൾ പറഞ്ഞെങ്ങനെ ശരിയാകും ഉസ്താദേ, മറ്റേ കിതാബിൽ അതിന് എതിരുണ്ടല്ലോ എന്ന കാര്യം ചിലപ്പോൾ പറയണത്. ചിലപ്പോൾ അങ്ങനെ തന്നെയാണ് എന്നുള്ളതിന് വേറെ തെളിവ്. അപ്പോൾ രണ്ടാണെങ്കിലും ഉസ്താദിന് ഇഷ്ടമാണ്. അപ്പോൾ ചിലപ്പോൾ തഅയീദ് എന്ന് പറയാം, പിൻബലം കൊടുക്കുക, ശക്തിപ്പെടുത്തി പറയാം. അപ്പോൾ ഉസ്താദ് ഇഷ്ടാലാണെന്ന് എനിക്ക് സംശയം ചോദിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് മറ്റേ കിതാബിൽ എങ്ങനെയല്ല ഇതൊന്നും തമ്മിൽ എതിരില്ല എന്നാണെന്ന് വിചാരിച്ചിട്ട് ഉസ്താദ് പറയും, അതിനല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഉസ്താദ് തഅയീദാണ് ഉസ്താദ് പറഞ്ഞതിന് സപ്പോർട്ടായിട്ട് ഒരു ധരിച്ചാണ്. ഓക്കെ, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നല്ല സപ്പോർട്ടുള്ള ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശക്തിപ്പെടുത്തപ്പെട്ടവൻ, യാ മുഅയ്യദ്. സപ്പോർട്ട് അള്ളാഹാണെങ്കിൽ പേടിക്കണം. ഒരു വഴിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് മഹാന്മാരായ ആളുകളും സുപ്രധാനികളായ ആളുകളൊക്കെ ഒരു കാര്യം ഒന്നുകൂടെ പേടിക്കേണ്ട, ധൈര്യം വെക്കോ, എൻ്റെ കൂടെ ഞാൻ പേടിക്കേണ്ട ആവശ്യം
അള്ളാഹുവാണ് പിന്നിലുള്ളത്. മുമ്പിൽ ഇങ്ങനെ നിന്ന് കൊടുത്താൽ മതി. തരീത് ആര് കൊടുത്തിട്ടുണ്ട്? അള്ളാഹു. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ മുഅയ്യദ് യാ മുമജ്ജദ്, വളർമ്മയുടയവനായ നബിയെ, വളർമ്മയുള്ളവരെ. മുഅയ്യദ്, മുമജ്ജദ് ഓരോ സിഫത്തുകളാണ്. യാ ഇമാമൽ ഖിബ്ലതൈൻ, രണ്ട് ഖിബ്ലയുടെയും ഖിബ്ലയായ ഇമാമായ നബിയെ. ഇത് ഖിബ്ലത്തുൽ ഖിബ്ല അങ്ങനെ പാട്ടുണ്ടോ? പിന്നെന്താ അല്ലേ പാട്ടില്ലേ? രണ്ട് ഖിബ്ല ഏതാ? ബൈത്തുൽ മുഖദ്ദസും കഅബത്തുൽ മുശറഫ. ഇത് രണ്ടാണ്. ആ കഅബയിലെ രണ്ട് ഖിബ്ലകളുടെയും ഖിബ്ലയുടെ മുത്തനബി എന്നും പറയാം. യാ ഇമാമുൽ ഖിബ്ലതൈനി, രണ്ട് ഖിബ്ലയിലേക്കും തിരിഞ്ഞ് ഇമാമായി നിസ്കരിച്ച ആള് എന്നും പറയാം. അമ്പിയാക്കളുടെ കൂട്ടത്തിലൊന്നും അങ്ങനെയുള്ള ആളുകളില്ല. അവസാനത്തെ നബിയായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയിലേക്ക് തിരിഞ്ഞു. 18 മാസമോ മറ്റൊക്കെ എവിടേക്കും തിരിഞ്ഞു? ബൈത്തുൽ മുഖദ്ദസിലേക്കും തിരിഞ്ഞ് നിസ്കരിച്ചു. ഫലനവല്ലി വജഹക ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ ഫലനവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. ഈ ആയത്ത് അറിയുമ്പോഴാണ് എന്ത് ചെയ്തത്? നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ മസ്ജിദുൽ ഖിബ്ലതൈൻ എന്ന പേരിൽ എന്ന് പറയപ്പെടുന്ന ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കേണ്ടയിലാണ് ഈ ആയത്തിറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ യൂട്ടേൺ അടിച്ചു. ഖിബ്ല മാറി, നേരെ ഖിബ്ല മാറി നിസ്കരിച്ചു. മുഅ്മിനീങ്ങൾ അതേപോലെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതാണ് രണ്ട് ഖിബ്ലയുടെയും ഇമാമായ നബിയെ എന്ന് പറയുന്നത് കേട്ടോ. യാ ഇമാമൽ, അർത്ഥം മനസ്സിലാക്കുന്നില്ല, പക്ഷെ സമയം പോകില്ല. അർത്ഥം ഓർത്ത് മനസ്സിലാക്കി വെച്ചാൽ പിന്നെ കാലാകാലം ചെല്ലുമ്പോൾ പറഞ്ഞാണ്ട് ചെല്ലാം. അടുത്ത വരി പറയും. മൻ റആ വജ്ഹക യസ്അദ്, നബിയേ മൻ റആ വജ്ഹക, ആരെങ്കിലും അങ്ങയുടെ മുഖം കണ്ടാൽ യസ്അദ്, അവൻ വിജയിച്ചു പോയി. ആരെങ്കിലും അങ്ങയുടെ മുഖം കണ്ടാൽ അവർ വിജയിച്ചു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് കാണുന്നതോടുകൂടി അവൻ വിജയിച്ചു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യഖദത്തിലും മനാമിലും കാണണം എന്നുള്ള അതിയായ ആഗ്രഹത്തോടെയാണ് മുഅ്മിനീങ്ങൾ ഇത് ചൊല്ലേണ്ടത്. നബിയെ അങ്ങയെ കണ്ടവൻ വിജയിച്ചല്ലോ, ജസ്റ്റ് ഒന്ന് കണ്ടാൽ മാഷാ അല്ലാഹ് എത്ര സന്തോഷമാണ്. കണ്ടവരൊക്കെ വിജയിച്ചു. നേരത്തെ പറഞ്ഞ ആളെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഅ്മിനായി കണ്ട കുട്ടിയാളാണ് സ്വഹാബി. സ്വഹാബിയുടെ അത്ര പവറുള്ള ആരാണത്? ഓരോ ഇസ്ലാമിക വിഷയത്തിൽ ഒരു ക്വാളിഫിക്കേഷനും കാര്യങ്ങളും ഇല്ലാത്ത ആളുകൾ തന്നെ എന്ത് ചെയ്തു പോയി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറച്ച് സമയം കണ്ടപ്പോഴേക്ക് അവർ ഭയങ്കര ആൾക്കാരായി മാറിയില്ലേ? ശരിയല്ലേ പറഞ്ഞല്ലേ? ജസ്റ്റ് കണ്ടാൽ മതി. മൻ റആ വജ്ഹക യസ്അദ്, അവര് വിജയിച്ചില്ലേ? യാ കരീമൽ വാലിദൈനി, മാതാപിതാക്കൾ മാന്യന്മാരായ നബിയെ, മഹത്വമുള്ളവരായ നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയുടെ പ്രത്യേകത, ഇസ്ലാമില്ലാത്ത കാലത്തായിട്ടും ഉമ്മ ഉപ്പ, ഉമ്മാന്റെ ഉപ്പ ഉമ്മ, ഉപ്പാന്റെ വല്യപ്പാന്റെ ഉപ്പ ഉമ്മ, വല്യപ്പാന്റെ വാപ്പാന്റെ ഉപ്പ ഉമ്മ, ഇങ്ങനെ അവരുടെ പരമ്പര ഉണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന പരമ്പര, ആ പരമ്പരയിലൊക്കെ എല്ലാവരും മുവഹിദീങ്ങളാണ്. ശിർക്ക് കൊടി കുത്തിവാണിരുന്ന കാലമായിട്ട് പോലും മുത്തുനബി വന്ന ആ പരമ്പര അങ്ങനെ അതൊക്കെ വളരെ മഹത്തുള്ള ആളുകളുടെ പരമ്പരയാണ്. അതിലൊറ്റ മുസ്ലിമില്ല. മുബ്തദികൾ എതിർക്കുന്ന ഒരു കാര്യമാണ്. മുബ്തദികൾ പറയണ അങ്ങനെയല്ല, ഇതുണ്ട് അതിന് ശിർക്ക് മുശ്രിക്കീങ്ങളുണ്ട്, നബിതങ്ങളൊപ്പം കുമ്പൊക്കെ പോലെ സ്വർഗ്ഗം കിട്ടൂല എന്നൊക്കെ ബാലുശ്ശേരി പറയണില്ലേ? പിന്നെ തലമുറയില്ലാത്ത ടീമാണ് ഓല അങ്ങനെയൊക്കെ പറയും. പക്ഷെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് എന്ത്? അല്ലദീ യറാക ഹീന തഖൂൽ വതഖല്ലുബക ഫിസ്സാജിദീൻ, സുജൂദ് ചെയ്യുന്ന ആളുകളിലായിട്ടാണ് അങ്ങയുടെ എന്ത് തഖല്ലുബ്
തങ്ങളും ഉണ്ടായിട്ടുള്ളത്. തങ്ങളിങ്ങനെ മാറി 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 ഇങ്ങനെ കൈമാറി 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 വാലിദൈന് 2 വാലിദൈന് എന്താണ് കറമുള്ള ആളുകളാണ്. അതാണ് യാ കരീമൽ. ഇനി അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവും ആമിന ബീവി റളിയല്ലാഹു അൻഹയും കരീമായ 2 വാലിദൈനാണ്. ഈ 2 മാതാപിതാക്കളുടെ നബി എന്നും ആകാം അതിൻ്റെ അർത്ഥം. യാ കരീമൽ വാലിദൈനി ഹൗലുക الصافي المبرد بيدنا يوم النشور. ഹൗലുക നബിയെ അങ്ങയുടെ ഹൗദ് الصافي തെളിഞ്ഞ അങ്ങയുടെ ഹൗദ് അൽ മുബറദ് തണുത്ത് തെളിഞ്ഞ ആ ഹൗദാകുന്ന പാനീയം ബിരുദുനാ ഞങ്ങൾ ദാഹിച്ച് വലഞ്ഞ് ചെല്ലുന്ന സ്ഥലമാണ്. മൗലിദ് വിരുദ് എന്നൊക്കെ പറഞ്ഞതാണ്. ദാഹിച്ച് വലഞ്ഞ് ഞങ്ങൾക്ക് ചെല്ലാനുള്ള സ്ഥലമാണ് എന്ത് അങ്ങയുടെ കിതാബുകൾ പരത്തപ്പെടുന്ന ദിവസം, അല്ലെങ്കിൽ ഖബറിൽ നിന്ന് പുനർജീവിപ്പിക്കപ്പെടുന്ന ദിവസം. രണ്ടാണെങ്കിലും ഖിയാമത്ത് നാളാണ്. ഈ സമയത്താണ് എന്താ ഹൗദുൽ കൗസറിന് വേണ്ടി ജനങ്ങളെ ദാഹത്തോടുകൂടെ ചൊല്ലുക. അപ്പോൾ അതാണ് നമ്മളെ വിരുദ്ധെന്ന് പറയുമ്പോൾ അവിടെ എന്താ ഉദ്ദേശം? നമ്മളെ മനസ്സിലേക്ക് വാ പടച്ചോനെ നബിയേ, ആ സമയത്ത് കൈവടിയില്ല നബിയേ, ആ സമയത്ത് ഞങ്ങൾക്ക് ഹൗദ് തരണം നബിയേ. ദാഹിച്ച് വലഞ്ഞ് പ്രയാസപ്പെട്ട് ഞങ്ങൾ വരികയായിരിക്കും അങ്ങയുടെ അടുത്ത്. ആ സമയത്ത് അത് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നമ്മളെപ്പോഴൊക്കെയുള്ള ആഗ്രഹം അതാണ്. ഹൗദുക الصافي المبرد بيدنا يوم النشور. ആ ദിവസം അത്രയും ആഗ്രഹത്തോടെ കൊതിയോടെ ഞങ്ങൾ വരും. അതുകൊണ്ട് ആ ഹൗദ് തരണം. അതാണ് അഷ്റഫുൽ ആളുടെ മനസ്സിൽ. പിന്നെ ما رأينا العيس حنت بالسراء إلا إليك. ما رأينا العيس حنت. عيس എന്ന് പറഞ്ഞാൽ ഒട്ടകം. ഈ ഒട്ടകം ചായുന്നത് കണ്ടിട്ടില്ല ബിസ്സുറ രാത്രിയിൽ, ഇല്ലായിലേക്ക് അങ്ങയിലേക്കല്ലാതെ. ഒരു വഴിക്ക് ഒരു ഒട്ടകപ്പുറത്ത് യാത്ര പോകണമെങ്കിൽ കുറെ ഇങ്ങനെ പോയി ക്ഷീണിച്ച് നിർത്തും, പിന്നെ അങ്ങനെ പോയി നിർത്തും. ഒരു ആലങ്കാരികമായി പറയണം. ഹദീസത്തും ആവാം. മദീനയിലാക്കാണ് ഒട്ടകം കെട്ടി വരുന്നതെന്നുണ്ടെങ്കിൽ ഒട്ടകത്തിന് നോ റെസ്റ്റ്. രാത്രിയാണെങ്കിലും പകലാണെന്നും നോക്കൂല. അങ്ങയിലേക്ക് മാത്രമേ ഒട്ടകങ്ങൾ, അതായത് ആൾക്കൂട്ടങ്ങൾ, ഒട്ടകം ആണല്ലോ, ഒട്ടക സംഘങ്ങളാണല്ലോ പണ്ടുണ്ടാവുക. ഒരു റെസ്റ്റ് ഇല്ലാതെ എത്തിയിട്ട് ബാക്കി കാര്യം വിചാരിച്ച് രാത്രിയാണെങ്കിലും പകലാണെന്നും നോക്കാതെ അങ്ങയിലേക്കല്ലാതെ വേറെ ആരിലേക്കും ഇങ്ങനെ വരുന്നത് നമ്മൾ കണ്ടിട്ടില്ല നബിയേ. ഒട്ടകക്കൂട്ടങ്ങൾ മദീനയിലേക്ക് ചൊല്ലുമ്പോൾ ഇനി വിശ്രമിച്ചിട്ട് നാളെ പോകാം എന്ന് ചിന്തിക്കാതെ മദീനയിൽ എത്തട്ടെ 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 എന്നുള്ള കൊതിയോടുകൂടെ രാത്രിയാണെങ്കിൽ പോലും പോകും. അങ്ങനെ വരുന്ന ഒരു സ്ഥലം അങ്ങയുടെ മദീനയല്ലാതെ വേറെ ഏതാണ് നബിയേ? അങ്ങയിലേക്കല്ലാതെ വേറെ എങ്ങോട്ടാണ് നബിയേ? മാറായി മേഘം അങ്ങേക്ക് തണലിട്ട് തന്നില്ലയോ? തീർച്ചയായും അങ്ങയുടെ സ്ഥാനം എവിടെ നിൽക്കുന്നു? വെയിലത്ത് നടന്നു പോകുമ്പോൾ കുട വേണ്ട, വാഹനം വേണ്ട, പ്രകൃതി തങ്ങൾക്ക് തണലിട്ട് കൊടുത്തു. എന്ന് പറയുന്ന അത്യുന്നതരായ മലക്കുകൾ അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലി. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. മലക്കുകളുടെ സ്വലാത്ത് ഖുർആൻ സുവ്യക്തമാക്കിയ ഒരു സംഭവമാണ്. വൽ മലാ സ്വല്ലൂ. പിന്നെ
എന്നും ഉഊദ് എന്നും നുസ്ഖയിലുണ്ട്, രണ്ടും പറ്റും. ഔദ് എന്ന് പറഞ്ഞാൽ പ്രായമായ വയസ്സായ ഒട്ടകം എന്നാണ്. വഅതാക നബി തങ്ങളുടെ അടുത്ത് വന്നു, അൽഊദു യബ്കി, അൽഊദു യബ്കി, വയസ്സായ ഒട്ടകം കരഞ്ഞുകൊണ്ട് അങ്ങയുടെ അടുത്തേക്ക് വന്നില്ലേ. വതദല്ലൽ ബൈന യദൈക, അങ്ങയുടെ മുമ്പിൽ വിനയാന്വിതനായി നിന്നില്ലേ. അപ്പോൾ പ്രായമുള്ള ഒട്ടകം വന്ന് മുത്തുനബിന്റെ അടുത്ത് കേസ് പറഞ്ഞ സംഭവങ്ങളുണ്ട്, ഹദീസുകൾ പലതുണ്ട്. മുത്തുനബിനോട് പരാതി പറഞ്ഞ സംഭവങ്ങളുണ്ട്. അതാണ് പറയുന്നത്. മനുഷ്യരെ പോട്ടെ, ജീവികൾ, പ്രായമുള്ള ഒട്ടകം അങ്ങയുടെ അടുത്ത് വന്നു, എന്നിട്ട് വിനയം കാണിച്ചു നിൽക്കുകയാണ് അങ്ങയുടെ മുമ്പിൽ. അത്രയും ഉയർന്ന സ്ഥാനക്കാരാണ്. ഈ മനുഷ്യനോടാണ് കേസ് പറയേണ്ടത്, എവിടെയാണ് പ്രശ്നം ഇറക്കി വെക്കേണ്ടത്, ഇവിടെയാണ് പ്രയാസങ്ങൾ പറയേണ്ടത്, ഇയാളെയാണ് ഇഷ്ടപ്പെടേണ്ടത്. ഇതാണ് എനിക്ക് എന്നെന്നും സൂക്ഷിക്കാനുള്ള നിധി, എൻ്റെ പ്രയാസം ഇറക്കി വെക്കാനുള്ള സ്ഥലം എന്ന് ആ പ്രായം ചെന്ന ഒട്ടകത്തിന് മനസ്സിലായിട്ട് അതുവരെ അങ്ങയുടെ അടുത്ത് വന്നില്ല നബിയെ. ചൊല്ലുന്ന മുമ്മിൻ, എന്നിട്ട് ബുദ്ധിയും വിവരവും ചിന്തയും ഒക്കെ ഉണ്ടായിട്ട് ഇത്രയും കാലം കിട്ടിയിട്ട് പണ്ടാല പയ്യനായി മുത്തനബിന്റെ മുമ്പിലാണ് ഇതൊക്കെ പറയേണ്ടത് ചെയ്യേണ്ടത് എന്നുള്ള ബോധത്തിലേക്ക് എത്തിയോ എന്ന്. ഞാൻ എത്തിയില്ലല്ലോ എന്ന ഖേദം. അത് വന്നില്ല നബിയെ, വയസ്സായ ഒട്ടകം, ഞാൻ വന്നില്ല എന്നിട്ടും അങ്ങയുടെ അടുത്തേക്ക് എന്നൊക്കെയാണ് കരയുന്ന ആശിഖിന്റെ അശ്രക്ക. എന്ന് പറഞ്ഞാൽ കൊമ്പ്, മരക്കമ്പ്, അതുണ്ട്. കമ്പ് കരഞ്ഞു. മദീന പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ ഓതുമ്പോൾ ചാരി നിന്നിരുന്ന ഒരു മരത്തടി ഉണ്ടായിരുന്നു, പ്രസിദ്ധമായ സംഭവം. പുതിയ മെമ്പർ വന്ന് മുത്തനബി ഉദ്ഘാടനം ചെയ്ത് ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ പഴയ മരത്തടി കരഞ്ഞു. സ്വഹാബികൾ കേട്ടു. ചെറിയ കുട്ടി കരയുന്നത് പോലെ തേങ്ങി 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 കരഞ്ഞു. മരക്കൊമ്പ്, ജീവൻ പോലുമില്ലാത്ത ആ വസ്തു മുത്തനബിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടപ്പോൾ കരഞ്ഞു. സ്വഹാബികൾ കണ്ടു, കേട്ടു. ആ മരത്തടി പിളർന്ന് വീഴാനായതുപോലെയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മെമ്പറിൽ നിന്നും ഇറങ്ങി വന്ന് അതിനെ സമാധാനിപ്പിച്ചു. ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. മുത്തനബിനെ മനസ്സിലാവാത്ത ചേതനമോ അചേതനമോ ആയ ഒരു വസ്തുവും ഇല്ല. എന്നിട്ട് ഇതൊക്കെ ഉണ്ടായിട്ട് നമുക്ക് എന്ത് മനസ്സിലായി എന്നാണ്. അപ്പൊ അതും ആകാം ഉഊദു എന്നാണെങ്കിൽ. പിന്നെ അങ്ങനെ തങ്ങളുടെ അടുത്ത് വന്നു എന്നല്ലേ പറഞ്ഞേ. മരത്തിന്റെ മെമ്പർ തങ്ങൾക്ക് ഇങ്ങോട്ട് വന്നാലല്ലോ, താങ്കൾ അങ്ങോട്ട് പോയതല്ലേ എന്ന് ചില വൈജ്ഞാനികമായ ചർച്ചയിൽ ചില ആളുകൾ സംശയം ചോദിച്ചിട്ടുണ്ട്. പിന്നെ സംശയം ചോദിക്കാൻ കാത്തിക്കല്ലേ നമ്മൾ മറുപടി പറയാനേ, അല്ലേ? അതിപ്പോ ആലങ്കാരികമായി അങ്ങനെയൊക്കെ പറയും. അങ്ങോട്ട് പോയതാണെങ്കിൽ തങ്ങളുടെ അടുത്ത് വന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അങ്ങനെ പറയും. അങ്ങനത്തെ പ്രയോഗങ്ങൾ ഖുർആനിൽ തന്നെ വന്നിട്ടുണ്ട്, അല്ലേ? ആകാശഭൂമിയെ പറ്റിയാണ് പറഞ്ഞത്. ഞങ്ങൾ രണ്ടുപേരും നിനക്ക് വഴിപ്പെട്ടുകൊണ്ട് വന്നു എന്ന് ആകാശം ഭൂമി പറയണ്ടേ? ഭൂമി ആകാശം നിൽക്കുന്നത് നിനക്കല്ലേ, അല്ലേ? എന്നിട്ട് ഞങ്ങൾ വന്നു എന്ന് തൈന എന്നുള്ള അതേ വാക്കിനെ തൈന ഞങ്ങൾ വന്നു, താക്ക ഞങ്ങളടുത്ത് വന്നു. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ തങ്ങളുടെ അടുത്ത് ഈ വിഷയം അവതരിപ്പിച്ചല്ലോ എന്നുള്ള അർത്ഥത്തിൽ, അല്ല അവിടുന്ന് ഇങ്ങോട്ട് വരണമെന്നില്ല, അത്താന്നുള്ള വാക്ക് പ്രയോഗിക്കാന്നുള്ളതിന് ഖുർആനിൽ തന്നെ തെളിവുണ്ട്. അതുകൊണ്ട് വാതാക്കൽ ഊദു യബ്കിയും ഫിറ്റാണ്, വാതാക്കൽ ഔദു യബ്കിയും ഫിറ്റാണ്. വാതാക്കൽ ഊദു യബ്കി വതദല്ലൽ ബൈന യദൈ വസ്തജാരക യാ ഹബീബി ഇൻദ يا نبي سلام عليكم
يا حبيب سلام عليكم صلوات الله عليك واستجارك يا حبيبي ഹബീബായ നബിയേ അവിടെ യാ ഹബീബി യാ മുഹമ്മദ് എന്ന് പറഞ്ഞിടത്ത് യാ ഹബീബി യാ മുഹമ്മദ് എന്ന് പറയുന്നത് റസൂലുള്ളതും അവിടെ കരുതേണ്ടതും പറയേണ്ടതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അവിടെ സുലൈമാൻ ഉസ്താദ് പറയുന്ന ഒരു അഭിപ്രായമുണ്ട്, യാ ഹബീബി യാ മുഹമ്മദ് എന്നല്ല, പിന്നെ യാ ഹബീബിയ എൻ്റെ ഹബീബെ എന്ന അർത്ഥത്തിന് യാ ഹബീബിയ എൻ്റെ ഹബീബെ. പിന്നെ മുഹമ്മദ് മാത്രമേ ഉള്ളൂ, യാ മുഹമ്മദ് എന്ന് വിളിയില്ല. മനസ്സിലായോ? അപ്പൊ യാ ഹബീബിയ എൻ്റെ അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് എന്ന് മാത്രം ഉണ്ടാവുള്ളൂ. അപ്പൊ ബാക്കിയില്ലേ ഹബീബിയ എന്ന് കഴിഞ്ഞാൽ പിന്നെ മുഹമ്മദ് ഉണ്ടാവില്ലല്ലോ, യാ മുഹമ്മദ് ഉണ്ടാവില്ലല്ലോ. മുഹമ്മദ് പറഞ്ഞാൽ അഥവാ മുഹമ്മദ് നബീന്ന് അതിൽ നിന്ന് ബദലായിട്ട് പറഞ്ഞതാണ്. ഈ ഹബീബ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടാണ് മുഹമ്മദ് നബിയാണെന്ന് ഇതിന്റെ ശേഷം പറഞ്ഞത്. അപ്പൊ മുത്തനബിനെ മുഹമ്മദ് എന്നുള്ള വിളിയില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അത് നല്ലൊരു വ്യാഖ്യാനം. യാ ഹബീബിയ യാ ഹബീബിയ മുഹമ്മദ്, മുഹമ്മദ് യാ മുഹമ്മദ് എന്നുള്ള വിളിയല്ല. ഓക്കെ, ഇവിടെ യാ ഹബീബുണ്ട്. واستجارك يا حبيبي عندك واطي النفور. എടിലൊക്കെ നുഫൂർന നഫൂർന നുഫൂർന നഫൂർ എന്നാണ് വേണ്ടിയിട്ടാ. പിന്നെ മിൻജമിയൽ മഖാലിഫി ആമിനത്തു എന്ന് പറഞ്ഞ മാതിരി പേടിലെന്താണ്ട് ആമിനത്തിൻ്റെ അവിടെ ആ ആമിനത്തിൻ്റെ തെളിയിട്ട് കൊടുത്താൽ മതി. ഹബീബി അങ്ങയുടെ അടുത്ത് അഭയം പ്രാപിച്ചില്ലേ നബിയെ. ഓടിപ്പോകുന്ന മാൻപേട മാൻ അങ്ങയുടെ അടുത്ത് അഭയം പ്രാപിച്ചു വന്നില്ലേ. ഓടിപ്പോകുന്നതാണ് മനുഷ്യനോട് ഇണങ്ങാത്തത്, വിളിച്ചാൽ വരാത്തതും പറഞ്ഞാൽ കേൾക്കാത്തതൊക്കെ ഓടിപ്പോകുന്ന ജീവി. ആ ഇണങ്ങാത്ത ആരുടെ അടുക്കൽ ഇണങ്ങി അഭയം തേടി വന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. പ്രസിദ്ധമായ സംഭവമല്ലേ. ഇടയിൻ്റെ കുറെ സംഭവങ്ങൾ ഹദീസുകളും ഒക്കെ ഈ വിഷയകരമായ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ ഒട്ടകത്തിന്റെ വർത്താനം പറഞ്ഞ പോലെയാണ്. ഗോപിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നു, എന്നിട്ട് അഭയം പ്രാപിച്ചു, അഭയം തേടി വന്നു. വസ്തജാറക യാ ഹബീബി ഇൻദക ضبي നഫൂർ. അതേ ആശയമാണ് നമ്മൾ എവിടെ പറഞ്ഞത്? ومينو ضبيت حتى ترجع لمن اصطاد سريعا ضمانا الذي وفد عليه السلام. നല്ല ഭംഗിയായിട്ട് അവതരിപ്പിച്ചിരിക്കണേ. മാൻപേടക്ക് ഉത്തരവാദിത്വം ഏറ്റെടുത്ത നബിയെ. ഇടയനോട് പറഞ്ഞു അല്ലേ, എനിക്ക് കുട്ടികൾക്ക് ഇത് കൊടുത്തു വരണം എന്ന് പറഞ്ഞു, പാല് കൊടുത്തു വരണം എന്ന് പറഞ്ഞു. മാൻ തിരിച്ചു വരുമോ? ആ തിരിച്ചു വരും. നബി കൊടുത്ത വാക്കാണ്, നബി ഏറ്റു. വേട്ടക്കാരനോട് പറഞ്ഞു, ആ അതിനെ പറഞ്ഞു വിട്, തിരിച്ചു വന്നില്ലെങ്കിലോ ഞാൻ ഏറ്റുക, അതിന് വേണ്ട പരിഹാരം ഞാൻ തരും. ഉത്തരവാദിത്വം താങ്കൾ ഏറ്റു. തങ്ങൾക്ക് കൊടുത്ത വാക്ക് മാൻപേട്ട എന്ത് ചെയ്തു? പാലിച്ച് തിരിച്ച് വന്നു അല്ലേ. അങ്ങനെ കെലിമലി മുസ്ലിമായി ഇടയൻ ചേർത്ത് വിട്ടുന്നൊക്കെയാണ്. ഏതായിരുന്നാലും മുത്തനബിനോട് വിഷയം പറഞ്ഞു, അത് ഏറ്റു. അതേപോലെ ആ ജീവി തിരിച്ചു വന്നു. ഇതൊക്കെ ഇതിൽ പറയണം. അങ്ങനെ മടങ്ങി വന്നു. ആരത്തിക്കാൻ മടങ്ങി വരുന്നത്? വേട്ടയാടി പിടിച്ചാകത്തിക്കാൻ മടങ്ങി വരുന്നത്. വേട്ട പിടിച്ച് കൊല്ലാനാണ് പരിപാടി. മുങ്ങിക്കൂടെ കാട്ടിലേക്ക്? ബഹുമാനം ഏറ്റെടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മുത്തനബിനോട് സങ്കടം പറഞ്ഞു, ഞാൻ പോയി വരട്ടെ. തിരിച്ചതേപോലെ വേട്ടക്കാരൻ്റെ അടുത്ത് തിരിച്ചു വന്നു. മുത്തനബിക്ക് കൊടുത്ത ആ ബഹുമാനം,
ഉത്തരവാദിത്വം, പോയി വരാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്വം ഭംഗിയായി ആ ജീവി നിർവഹിച്ചു. അവിടെയൊക്കെ നമുക്ക് ഒരുപാട് ചിന്തിക്കാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെയ്തോളാം എന്ന് പറഞ്ഞ് തങ്ങൾ പറഞ്ഞതനുസരിച്ച് ജീവൻ നഷ്ടപ്പെടുമെന്നായിട്ടും ഒരു മിണ്ടാപ്രാണിയായ ജീവി മുത്തുനബിന്റെ വാക്ക് പാലിക്കാൻ, അവിടുത്തെ റമാൻ ഏറ്റെടുക്കാൻ കാണിച്ച ശുഷ്കാന്തി, ദീനിയായ നിയമങ്ങളും കാര്യങ്ങളും, അവിടുന്ന് പറഞ്ഞ വേഷവിധാനവും വസ്ത്രങ്ങളും മറ്റു ഇസ്ലാമിക ശരീഅത്തിൽ മുത്തുനബി കാണിച്ചു തന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പുലർത്തുന്നയിടത്ത് നമുക്ക് വന്ന പിന്നോട്ടടി, അത് ആശുജനെ സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്. ഒട്ടകം, മാൻപേട, ഇവരൊക്കെ കണ്ടില്ലേ മുത്തുനബിന്റെ അടുത്ത് എങ്ങനെ പെരുമാറിയത്. എന്നിട്ട് ഞാൻ അത്ര പോലും ആയില്ലല്ലോ എന്ന്. നബി വഫത്ത് അലൈഹിസ്സലാം, യാ ഹബീബി യാ മുഹമ്മദ് യാ അറൂസൽ ഖാഫിഖൈനി, അവിടോട്ട് പിന്നെ യാ ഹബീബി واستجارك يا حبيبي عندك الوضع النفور حينما شد المحامي وتنادوا للرحيل جئتهم والدمع سائل وقف لي يا دليل حينما شد المحامي. അവരെ ഒട്ടകക്കട്ടിലിട്ട് യാത്ര പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ, ഈ യാത്ര മദീനയിലേക്കുള്ള യാത്രയാണ്. വാഹനം കെട്ടി ഒട്ടകക്കട്ടിൽ കെട്ടി യാത്രക്കൊരുങ്ങുകയാണ്. മദീനയിലേക്കുള്ള യാത്ര പുറപ്പെടാൻ അവരൊരുങ്ങുകയാണ്. യാത്ര പുറപ്പെട്ടോളൂ എന്നോട് വിളിച്ചു പറയാൻ തുടങ്ങി. അങ്ങനെ മദീനയിലേക്ക് ഒരു സംഘം പോകുമ്പോൾ ഞാൻ അവരുടെ അടുക്കൽ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ചെല്ലും. എന്നിട്ട് യാത്രാ ക്യാപ്റ്റനെ ഒന്ന് നിൽക്കാമോ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. മദീനയിലേക്ക് യാത്ര പോകുന്ന ടീം അവര് പോകാൻ വേണ്ടി ഒരുങ്ങുന്ന ഇറങ്ങിയില്ലേ പുകയിലെന്ന് പറയുമ്പോൾ ഓടിച്ചെന്ന് കരഞ്ഞുകൊണ്ട് എനിക്കൊരു വാക്ക് പറയാനുണ്ട്. അലങ്കാരിക പ്രയോഗമാണ്. മദീനയിലേക്ക് പോകുന്നവരെ, ക്യാപ്റ്റനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, പ്ലീസ് ജസ്റ്റ് ഒന്ന് നിർത്തി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ദലീൽ വഴി കാണിച്ചു കൊടുക്കുന്ന ആളാണ് ദലീൽ. എനിക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് നിന്നല്ലോ, മദീനത്തേക്കല്ലേ പോണത്, ദലീൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. وتحمل لي رسائل أيها الشوق الجزيل نحو هاتيك المنازل في العشايا والبكور. ഒന്നുമില്ല, മദീനത്തേക്ക് എനിക്ക് കുറച്ച് അല്ലറ ചില്ലറ എഴുത്തുകളൊക്കെ തരാനുണ്ട്. മുത്തനബിക്ക് ഞാൻ എഴുതി വെച്ച കത്തുകളാണ്. എൻ്റെ ഈ കത്തുകൾ കൂടെ ചുമന്ന് കൊണ്ടുപോകുമോ നിങ്ങൾ എന്ന അപേക്ഷയാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ചില എഴുത്തുകൾ കൂടി, ലെറ്ററുകൾ കൂടി പ്ലീസ് നിങ്ങൾ പോകുമ്പോൾ അതുകൂടെ വഹിച്ചു കൊണ്ടുപോകുമോ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആലങ്കാരികം, ആത്മാർത്ഥം, ആത്മനിർഭരം. എൻ്റെ അനുരാഗമേ, മദീനയിലെ ആ വീടുകളുടെ ഭാഗത്തേക്ക് ഉള്ള എൻ്റെ അനുരാഗമേ, രാവിലെയും വൈകുന്നേരവും. ഒരു മനുഷ്യൻ ഇഷ്ടപ്പെടുന്ന ആളെ കൂടുതൽ ഓർക്കുന്ന സമയമാണത്രേ രാവിലെയും വൈകുന്നേരവും. എല്ലാ സമയവും എന്ന അർത്ഥത്തിനും അത് പ്രയോഗിക്കാറുണ്ടെങ്കിലും രാവിലേക്കും വൈകുന്നേരത്തിനും അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അനുരാഗിയെ കൂടുതൽ ഓർക്കുന്ന സമയമാണ് രാവിലെയും വൈകുന്നേരവും. കാരണം അതിനിടയിലുള്ള പകലിൽ വിവിധ കാര്യങ്ങളുമായി എൻഗേജായി മനുഷ്യൻ പലതിലും പലതും മറന്നുപോകുമെങ്കിലും പ്രഭാതത്തിലും പ്രദോഷത്തിലും മനുഷ്യൻ ഫ്രീയാണ്. ജോലി തിരക്കൊക്കെ ഒഴിഞ്ഞു വരുന്ന സമയമാണ്. ഇഷ്ടപ്പെട്ടവരെ ഓർക്കുന്ന സമയമാണ്. ആ സമയത്ത് എൻ്റെ മദീനയിലേക്കുള്ള അനുരാഗം കത്തിജ്വലിച്ചു നിൽക്കുന്ന സമയമാണ്. അല്ലാഹുവിൽ തസ്ബീഹ് ചൊല്ലുമ്പോൾ ഏറ്റവും
ഏറ്റവും കൂടുതൽ മഹബത്ത് വേണ്ടത് അല്ലാഹുവിനോടാണല്ലോ. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അല്ലാഹുവിനോടാണ് ഏറ്റവും കൂടുതൽ മഹബത്ത് ഉണ്ടാവും. അപ്പോൾ ആ മഹബത്ത് ഉള്ള ആളുകൾ സബ്ബിഹൂഹു ബുക്റതൻ വഅശിയ്യ ഫിൽ അശായ വൽ ബുകൂർ എന്ന് പറഞ്ഞ ബുക്റതൻ വഅസീല, രാവിലെയും വൈകുന്നേരം തസ്ബീഹ് ചൊല്ലുന്നതിനെ പറ്റി ഖുർആനിൽ പല സ്ഥലത്ത് പറഞ്ഞു. ഇഷ്ടപ്പെട്ട ആളെ പറയുന്ന സമയമാണ് തസ്ബീഹ്. അല്ലാഹുവിനെ പരിശുദ്ധനാക്കുന്ന അവന്റെ സ്തുതി പറയുന്ന സമയമാണ് പ്രഭാതവും പ്രദോഷവും. അപ്പൊ അതാണ് അയ്യുഹശ്ശൗഖുൽ ജസീലു. മദീനയിലേക്ക് പോകുന്ന യാത്രാ സംഘമേ, പ്ലീസ് ജസ്റ്റ് ഒന്ന് നിൽക്കാമോ? എനിക്ക് കുറച്ച് എഴുത്ത് തരാനുണ്ട്. എനിക്ക് മദീനയിലേക്ക് കൊടുത്തേക്കാനുള്ള എഴുത്താണ്. ജസ്റ്റ് അതൊന്ന് കൊണ്ടുപോകാമോ എന്നാണ് ഞാൻ ഓടി വന്ന് കരഞ്ഞു ചോദിക്കുന്നത്. كل من في الكون هام فيك يا معي جبين ولهم فيك واشتياق وحنين. ഇതൊക്കെ തന്നെ ഉഷാറായി ചെയ്യുള്ളൂ. നമുക്കൊരു അശ്രദ്ധ മജ്‌ലിസ് നടത്താനുള്ള സമയമൊന്നുമില്ല. ഇതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനം. ഇതിന്റെ വിഷയം മനസ്സിലാക്കുക വൈജ്ഞാനികമായ കാര്യമാണല്ലോ എന്നുള്ള നിലക്കാണ് ഞാനത് നിർത്തി തരാൻ. നമ്മൾ ചെറിയതാണ് നീ ചെല്ലും ചെയ്യും. പക്ഷെ അത് പറഞ്ഞില്ലെങ്കിൽ ഇത് പിന്നെ ഇത് പറയാൻ പിന്നെ വേറെ എഴുത്തുണ്ടാവണമെന്നില്ലല്ലോ അല്ലേ? 10 മിനിറ്റ് 6-7 മിനിറ്റോളൂ. കുല്ലു മൻ ഫിൽ കൗനി ഹാമു. ലോകത്തുള്ള എല്ലാവരും അങ്ങയുടെ കാര്യത്തിൽ ആകെ അന്താളിച്ച് നിൽക്കുകയാണ്. ആർക്കും എഴുതിയിട്ടോ പറഞ്ഞിട്ടോ ചിന്തിച്ചിട്ടോ ഒന്നും അങ്ങയുടെ മഹത്വങ്ങൾ മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാനും കഴിഞ്ഞിട്ടില്ല. എല്ലാവരും അന്താളിച്ച് നിൽക്കുക. അത്രയും വലിയ മഹാസംഭവമാണ്. കുല്ലു മൻ ഫിൽ കൗനി ഹാമു ഫീക യാ വാഹിൽ ജബീൻ. നെറ്റിത്തടം പ്രകാശിക്കുന്ന നബിയെ. മുഖത്ത് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഭാഗമാണ് നെറ്റി. നെറ്റിത്തടം പ്രകാശിക്കുന്ന നബിയെ അങ്ങയിൽ എല്ലാവരും ഹാമു. പിന്നെ വലഹും ഫീക ഖറാമൻ. അവർക്ക് അങ്ങയോട് അല്ലാത്ത ഇഷ്ടമാണ്, സ്നേഹമാണ്, പ്രേമമാണ്. ആർക്ക്? ലോകത്തുള്ള എല്ലാവർക്കും. ലോകത്തിലെ മുഴുവൻ ആശ്രയങ്ങൾക്കും വല്ലാത്ത ഇഷ്ടമാണ്. എല്ലാ ആശ്രയങ്ങളാണ് ഉത്തരവിനെ പറ്റി ചിന്തിച്ച് പുറത്ത് കിട്ടാതെ നിൽക്കുന്ന ആളുകൾ. അവർക്കൊക്കെ അങ്ങയുടെ വല്ലാത്ത പ്രേമമാണ്. വലഹും ഫീക ഖറാമൻ വഷ്തിയാഖുൻ. വല്ലാത്ത സ്നേഹമാണ്, കൊതിയാണ്. വഹനീൻ. തേങ്ങലാണ്. ഹനീൻ. തേങ്ങി 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 ഇഷ്ടപ്പെട്ട ആളെ കാണാഞ്ഞിട്ട്. പഴയ ആശ്രയങ്ങളെ ചരിത്രങ്ങളൊക്കെ വായിച്ചില്ലേ? അതും ഇനി മുത്തുനബിയോടല്ലാത്ത മഹബത്താണെങ്കിലും അങ്ങനെയാണ്. മഹബൂബായ ആളെ കാണാതിരിക്കുമ്പോൾ, ഇഷ്ടപ്പെടുന്ന ആളെ കിട്ടാതിരിക്കുമ്പോൾ ഓർത്തോർത്ത് കരഞ്ഞ് 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 കണ്ണീർ വഴുതുന്നു. മുത്തുനബിനെ ഇഷ്ടപ്പെടുന്ന ആളുകളും അങ്ങനെയാണ്. മുത്തുനബിനെ പറ്റി ചിന്തിച്ച് 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 അങ്ങനെ. തേങ്ങലാണ്, പ്രേമമാണ്, ഇഷ്ടമാണ് നബി അങ്ങയോട്. പിന്നെ അങ്ങയുടെ യാഥാർത്ഥ്യത്തിൽ ഹഖീഖത്തുൽ മുഹമ്മദിയയിൽ ജനങ്ങളെല്ലാവരും പരിഭ്രമിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്താണ് ഹഖീഖത്ത് മുഹമ്മദിയ? മുഹമ്മദ് നബിയുടെ യാഥാർത്ഥ്യം എന്താ സംഭവം എന്നുള്ളത് ഇങ്ങനെ പിടുത്തം കിട്ടിയിട്ടില്ല. എല്ലാവരും ഇങ്ങനെ പരിഭ്രമിച്ചിരിക്കുകയാണ്. നമുക്ക് പഠിച്ച് മനസ്സിലാക്കി എടുക്കാൻ കഴിയാത്ത ഒരുപാട് അപ്പുറത്തേക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശാലമായ വശങ്ങളുണ്ട്. ഇരിയാവുന്ന ചെറുതൊക്കെ കുറച്ചതും. അങ്ങ് മുസ്ലിങ്ങളിൽ അവസാനത്തെ ആളാണ്. അല്ലാഹുവിനോട് അങ്ങേയറ്റം നന്ദി കാണിക്കുന്ന ആളാണ് നബിയെ അങ്ങ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച് കാലിന് നീര് വന്ന് കെട്ടി അല്ലേ?
قد ولم القدم بطول عمل قياما بين ليلا قد غفر الذنوب للحبيب السلام. അപ്പോൾ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ നിസ്കരിക്കുന്നത്? ആര് എന്ത് പറഞ്ഞു? അഫല അകൂന അബ്ദൻ ശകൂറ, നന്ദിയുള്ള ഒരു അടിമയാവണ്ടേ ഞാൻ, അല്ലാഹുവിന്റെ ഒരു നന്ദിയുള്ള അടിമയാവണ്ടേ ഞാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അതാണ് അൻത മൗല ശകൂർ. പിന്നെ അല്ലാഹ് ഒരുപാടുണ്ടല്ലേ. ഇനിയും അബ്ദുക്കൽ മിസ്കീൻ വയർജു, നബിയുടെ പാവപ്പെട്ട അടിമ ആഗ്രഹിക്കുന്നു. അടിമ എന്ന് മുത്തുനബിനെ പറ്റി പറയാൻ പറ്റുമോ? മുത്തുനബിയുടെ അടിമ എന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായും പറയാൻ പറ്റും, ഒരു സംശയമില്ല. ഒരുപാട് തെളിവുകളുണ്ട്. സഹാബികളൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം മദീനയിലേക്ക് സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു വന്ന സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ വിവരമൊന്നും പറയാതെ അറാബിയായ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി കേട്ടറിഞ്ഞ് അദ്ദേഹം മദീനയിലേക്ക് വന്നപ്പോൾ മദീന മുഴുവനും തേങ്ങി 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 കരയുകയായിരുന്നു. തങ്ങൾ വഫാത്തായ ഏതാനും കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ആ ഒരു സങ്കടത്തിൽ എല്ലാവരും കരഞ്ഞ് കരഞ്ഞ് സങ്കടപ്പെട്ട് കുഴങ്ങി ആ സങ്കടം ഇങ്ങനെ തീർന്നു വരുന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി എവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അറാബി ചോദിക്കുന്നത്. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു കരച്ചിൽ വന്നു. ഇവിടുന്ന് പറഞ്ഞു, കുറ്റാളുടെ ഖാദിമ, ഞാൻ മുത്തുനബിയുടെ അടിമയായിരുന്നു, സേവകനായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു മറ്റനേകം ആളുകൾ പറയുന്നുണ്ട്, ഞാൻ മുത്തുനബിയുടെ അടിമയാണ്. അടിമത്ത സമ്പ്രദായം പഴയ കാലത്തുണ്ടല്ലോ. ഞാൻ ഇയാളുടെ അടിമയാണ്, ഇയാളുടെ അടിമയാണെന്ന് പറഞ്ഞത് കൊണ്ടൊന്നും എന്താവില്ല, ഒരിക്കലും അത് ആ ആളെ പടച്ചോ മനസ്സിലാവുന്നില്ല. മുത്തുനബിന്റെ അടിമാവാനുള്ള യോഗ്യത എനിക്കുള്ളൂ, അതിനുള്ള യോഗ്യത നമുക്കുണ്ടോ? പിന്നെന്താണ് പറയുന്നതിന് വഹാബികൾ അതിനൊക്കെ സംശയാക്കും. അങ്ങയുടെ പാവപ്പെട്ട അടിമ ആഗ്രഹിക്കുകയാണ് എന്ത്? അങ്ങയുടെ വലിയ ഔദാര്യം, മുത്തുനബിന്റെ ചെറിയൊരു ഫദ്ലിന്റെ വലിയ ഒരു നിഅമത്താണ്. അള്ളാന്റെ ഒരു നിഅമത്ത് നിങ്ങൾ എണ്ണാണെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ അതിന്റെ വിശാലത നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറയണ്ടേ. എന്ന് പറഞ്ഞ പോലെ മുത്തനബിന്റെ ഒരു ഫദ്ലിനെ വലുതാണ്. മുത്തുനബിയെ, അങ്ങയുടെ കാര്യത്തിൽ ഞാൻ എൻ്റെ ഭാവന നന്നാക്കിയിരിക്കുന്നു. അങ്ങയെപ്പറ്റി നല്ല ഭാവനയാണ് എനിക്കുള്ളത്. അങ്ങയെപ്പറ്റി മോശമായ ഒരു ചിന്തയും എൻ്റെ മനസ്സിലില്ല. നല്ലതല്ലാത്ത ഒരു കാര്യവും അങ്ങയെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു കാര്യവും ഒരാളോടും പറഞ്ഞിട്ടില്ല. അങ്ങ് റഹീമാണ്, കരുണ ചെയ്യുന്നവരാണ്, സഹായിക്കുന്നവരാണ്, ഉമ്മത്തിനെ ഇഷ്ടപ്പെടുന്നവരാണ്, ഉമ്മത്തിന് വേണ്ടി കഷ്ടപ്പെട്ടവരാണ്, നമുക്ക് നന്മ മാത്രം ഉദ്ദേശിച്ചവരാണ്. അങ്ങനെ അങ്ങയെപ്പറ്റി നല്ലതല്ലാത്ത ഒന്നും എൻ്റെ മനസ്സിലില്ല നബിയേ. സന്തോഷവാർത്ത അറിയിച്ചവരാണ്, പേടിപ്പിച്ചറിയിച്ചവരാണ് അങ്ങ് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് ഇത് ചെയ്താൽ നിലകുണ്ടാവും എന്ന് പറഞ്ഞവരാണ് മുത്തുനബി. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞത് ചെയ്തോളൂ, സ്വർഗം കിട്ടും എന്ന് പറഞ്ഞവരാണ് നബി. ആ ഹലാലും ഹറാമൊക്കെ കീപ്പ് ചെയ്യുന്നിടത്ത് കുറേ വീഴ്ച എനിക്ക് പറ്റിപ്പോയി എങ്കിലും ആശിഖിന്റെ കൽബ് എങ്കിലും മുത്തുനബിയെ അങ്ങയെപ്പറ്റി മോശമായ ഒരു ചിന്തയും ഒന്നും എൻ്റെ മനസ്സിലില്ല നബിയെ. അങ്ങയെപ്പറ്റി എനിക്ക് 100% ബഹുമാനമാണ്, ആദരവാണ്, സ്നേഹമാണ്. അങ്ങ് പറഞ്ഞതൊക്കെ അങ്ങനെ തന്നെ പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അതുകൊണ്ട് നബിയെ എന്നെ സഹായിക്കണം. വജിനി, എന്നെ കാക്കണം. യാ മുജീറു മിനസ് സഈർ, നരകത്തിൽ നിന്ന് കാക്കുന്ന ആളാണ് അങ്ങ്.
നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ആൾക്ക് പിന്നെ എന്തെന്നാ രക്ഷപ്പെടുത്താൻ പറ്റാത്തത്? നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനേക്കാൾ വലിയ രക്ഷപ്പെടുത്തൽ വേറെ എന്താ ഉള്ളത്? യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. മുൻജിൽ ഖലായിഖി മിൻ ജഹന്നം ഫീ ഗദി. നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവരാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. نعم فأغثني وأجرني يا مدير من السعيد يا غياثي يا ملاذي في ملمات الأمور يا غياثي എൻ്റെ സഹായമേ യാ മലാദി എൻ്റെ അഭയകേന്ദ്രമേ ഫീ മുലിമാത്തിൽ ഉമൂർ കാര്യങ്ങളൊക്കെ പ്രയാസമായി വരുമ്പോൾ ബുദ്ധിമുട്ടും പ്രയാസമുള്ള സമയത്ത് എൻ്റെ സഹായവും എൻ്റെ അഭയവുമായ നബിയേ എന്നെ സഹായിക്കണേ, എന്നെ കാക്കണേ, നരകത്തിൽ നിന്ന് കാക്കുന്ന ആളങ്ങ. പിന്നെ യാ വലിയൽ ഹസനാത്തിയോ ഇല്ല, പിന്നെ അങ്ങയോട് സംസാരിക്കാൻ അങ്ങ് ഏതെങ്കിലും ഒരു അടിമയോട് സംസാരിച്ചാൽ ആ അടിമ വിജയിച്ചിരിക്കുന്നു. ഒരടിമ വിജയിച്ചു. കത്തമല്ല, അങ്ങ് അവരോട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനത്തെ അടിമ വല്ലാതെ വിജയിച്ചു പോയി. മുത്തുനബി ഒരു വാക്ക് നമ്മളോട് മിണ്ടിയാൽ ആ മിണ്ടിയാള് രക്ഷപ്പെട്ടു പോയി. നബിയെ വല്ലാത്ത സൗഭാഗ്യം. ഒരാളെ പറഞ്ഞു സ്വപ്നം കണ്ടോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ. അപ്പോൾ പറഞ്ഞു എടി പേര് വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ സ്വലാത്തൊക്കെ ഞാൻ കാണട്ടോ. അതേപോലെ പല ഇപ്പോൾ അറിയാവുന്ന ഒരാണ്, അങ്ങനെ പല ആൾക്കാരോട് പലതും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് സംസാരിച്ചാൽ, ഒരാളോട് സംസാരിച്ചാൽ അവർ വിജയിച്ചു പോയി. മുത്തുനബി ഒരാളോട് സംസാരിച്ചു, അതുപോലെ അവരുടെ ടെൻഷനുകൾ മുഴുവനും പോയി. മുത്തുനബിന്റെ ഒരു വാക്ക് കിട്ടിയാൽ പ്രകാശിക്കുന്ന പൂർണ്ണയന്തുവായ മുത്തുനബിയെ അങ്ങയുടെ വിഷയത്തിൽ ചിന്തിച്ച് ടെൻഷനൊക്കെ പോയി. നല്ല ഉന്നതമായ വിശേഷണങ്ങൾ അങ്ങേക്കുണ്ടല്ലോ. പറഞ്ഞല്ലോ എന്തിനാനുഭവമോ ടെൻഷനുകളൊക്കെ എന്തായി പോയി, ഒഴിവായി പോയി. എന്നവരുടെ വല്യപ്പയായ നബിയെ അങ്ങേക്കാൾ പരിശുദ്ധനായ ഒരാളുമില്ല. തീരെയില്ല, അങ്ങേക്കാൾ പരിശുദ്ധനായ ഒരാളുമില്ല. അതുകൊണ്ട് അല്ലാഹു തആല അങ്ങയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലട്ടെ നബിയെ. കാലങ്ങളിലുടനീളം അങ്ങയുടെ പേരിൽ അല്ലാഹു തആല സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കട്ടെ നബിയെ എന്നാണ്. ഹസനാത്തി അത് സ്വിച്ച് ഓഫ് ചെയ്യണം, ഫോണൊന്ന് നോക്കി. യാ വലിയൽ ഹസനാത്ത് യാ റഫീഅ ദറജാത്ത്. ലാ റെക്കോർഡാണ്. യാ റഫീഅ ദറജാത്ത് ദുആണ്. അവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗം അല്ലാഹുവിനോടുള്ള ദുആണ്. ഇനി മുത്തുനബിയോടായാലും കുഴപ്പമൊന്നുമില്ല, രണ്ടും പറ്റും. ഏത് കാര്യം മുത്തുനബിനോട് നമ്മൾ പറയുമ്പോൾ ഇതൊക്കെ അല്ലാഹു തആല എല്ലാം ചെയ്തു തരുന്നവരെന്നും മുത്തുനബി ഇതിനൊക്കെ സഹായമാവണം എന്ന ഉദ്ദേശത്തോടു കൂടെ നമ്മൾ പറയുന്നത്. യാ വലിയൽ ഹസനാത്ത് നന്മയുടെ ഉടമസ്ഥനായ അല്ലാഹുവേ, അല്ലെങ്കിൽ മുത്തുനബിയെ. യാ വലിയൽ ഹസനാത്തി യാ റഫീഅ ദറജാത്തി സ്ഥാനം ഉയർന്ന അല്ലാഹുവേ. കഫിറൻ അന്നി ദുനൂബി എൻ്റെ ദോഷങ്ങളൊക്കെ പുറത്തു തരണേ അല്ലാഹ്. വഗ്ഫിർ ലി സയ്യിആതി അതും അതിനെ ദോഷങ്ങളൊക്കെ കുറ്റങ്ങളൊക്കെ പുറത്തു തരണേ അല്ലാഹ്. ദോഷങ്ങൾ വല്ലാതെ പുറത്തു തരുന്ന ആളാണ് നീ. നശിപ്പിച്ചു കളയുന്ന വലിയ വലിയ പാതകങ്ങൾ, വലിയ തെറ്റുകൾ, ആ തെറ്റുകൾ വരെ പുറത്തു തരുന്ന ആളാണ് നീ.
അങ്ങനത്തെ നീ എൻ്റെ ദോഷങ്ങൾ പുറത്തു തരണേ അല്ലാ എന്ന് പറഞ്ഞിട്ടാണ് ലാസ്റ്റ്. പിന്നെ കുറ്റങ്ങളൊക്കെ മറച്ചു വെക്കുന്ന ആളാണ് നീ. അള്ളാഹു കുറ്റം മറച്ചു വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറ്റം മറച്ചു വെച്ചാൽ ആ മറച്ചു വെച്ച പിന്നെ പൊളിക്കുന്ന ആളാരുമില്ല. പുറത്തുകാരനാ തന്നെയാണ്. അന്ത്യനാളിൽ മഹ്ശറിൽ ഏടിൽ കണക്ക് നോക്കുന്നിടത്ത് ചെയ്തത് ചെയ്തു, സത്താറുൽ മസാവി അതನ್ನು മറച്ചു വെച്ചു, ഇത് ചെയ്യാത്തത് പോലെയാക്കി, എന്നാൽ അത് പുറത്തു കിട്ടി. അതിൻ്റെ പേരിൽ നമ്മൾ വിചാരണ ചെയ്യപ്പെടില്ല, ആളുകളെ വശലാവില്ല, ചോദ്യം ചെയ്യപ്പെടില്ല. സത്താറുൽ മസാവി ഒരുപാട് ചെയ്തതുണ്ട്, എനിക്കറിയാം, നന്നായി മറച്ചു വെക്കുന്ന ആളാണ് നീ, എൻ്റെ കുറ്റങ്ങൾ മറച്ചു വെക്കണം എന്ന്. വല്ലാതെ തെറ്റുകളൊക്കെ വല്ലാതെ വീഴ്ചകളൊക്കെ വല്ലാതെ വിട്ട് പുറത്തു തരുന്ന മാപ്പ് ചെയ്യുന്ന ആളാണ് നീ, അല്ലെങ്കിൽ നബിയെ അങ്ങ്. അതുകൊണ്ട് എൻ്റെ ഒരുപാട് കുറവുകളുണ്ട്, ന്യൂനതകളുണ്ട്, എനിക്കൊക്കെ പുറത്ത് മാപ്പ് ചെയ്തു തരണം, എൻ്റെ കുറ്റങ്ങളൊക്കെ മറച്ചു തരണം, ദോഷങ്ങളൊക്കെ പുറത്തു തരണം. പറയാതിരുന്നിട്ട് കാര്യമില്ല. റബ്ബാണെങ്കിലും റസൂലാണെങ്കിലും കുറ്റങ്ങളെല്ലാം എൻ്റെ രഹസ്യങ്ങളൊക്കെ അറിയുന്ന ആളാണ് നീ. പരമരഹസ്യങ്ങളും നിനക്കറിയാമല്ലോ. നിന്റെ മുമ്പിൽ പറയുകയില്ല, ഒരു കുറവായില്ല. ആരും പറഞ്ഞു പറ്റിക്കായിരുന്നു, ഞാനല്ല എന്നൊക്കെ പറഞ്ഞ് ആരും പറ്റിക്കാമായിരുന്നു. പക്ഷെ എന്നോട് നടക്കൂലല്ലോ. എനിക്ക് എല്ലാവരെയും മനസ്സിൽ കരുതിയത് പറഞ്ഞത് ചെയ്തത് ചെയ്യാൻ ഉദ്ദേശിച്ചതൊക്കെ എനിക്കറിയാം. മുസ്ലിം രഹസ്യം അറിയുന്നവനല്ലേ നീ. പരമരഹസ്യങ്ങളും നിനക്കറിയാമല്ലോ. അതുകൊണ്ട് എല്ലാ കുറ്റങ്ങളും കൃത്യമായി, എൻ്റെ എല്ലാ കുറ്റങ്ങളെ പറ്റിയും ധാരണയുള്ള ആളാണ് നീ. അതുകൊണ്ട് മുഴുവൻ നീ പുറത്തു തരണേ അല്ലാഹ്. പുറത്തിരുന്ന ആളാണ്, ദുആ ചെയ്താൽ ഉത്തരം ചെയ്യുന്ന ആളാണ് നീ. എന്നോട് ചോദിച്ചാൽ തരും, എന്നോട് ചോദിച്ചാൽ തരും. എൻ്റെ വിശേഷമാണത്. അതുകൊണ്ട് എന്നോട് അവസാനം ചോദിക്കണം, പുറത്തുകൊണ്ട് അല്ലാഹ്, പുറത്തുകൊണ്ട് അല്ലാഹ്. ഇതാണ് അഷ്റഫിൻ്റെ അവസാനം. പിന്നെന്താ? റബ്ബന റഹ്മനാ ബിജമീഇ സ്സാലിഹാത്ത്. പഠിച്ചോനെ ഞങ്ങൾക്ക് എല്ലാവർക്കും റഹ്മത്ത് ചെയ്യുക അല്ലാഹ്. റബ്ബന റഹ്മനാ ജമീഅ, ഞങ്ങൾക്ക് എല്ലാവർക്കും റഹ്മത്ത് ചെയ്യുക. ബിജമീഇ സ്സാലിഹാത്ത്, എല്ലാ സൽക്രമങ്ങളുടെയും ബറക്കത്ത് കൊണ്ട്, മുത്തനബി ചെയ്ത സൽക്രമങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, അല്ലെങ്കിൽ ലോകത്തെ എല്ലാ മുഅ്മിനീങ്ങളും ചെയ്ത സൽക്രമങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, അല്ലെങ്കിൽ ഈ സദസ്സിൽ വെച്ച് ചെയ്ത എല്ലാ സൽക്രമങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, എന്താണെങ്കിലും അല്ലെങ്കിൽ സ്വാലിഹാത്തുകളായ മഹദികളുടെ ബറക്കത്ത് കൊണ്ട്, ഏതായിരുന്നാലും ഞങ്ങൾക്ക് കരുണ ചെയ്യും, ഞങ്ങൾക്ക് എല്ലാവർക്കും കരുണ ചെയ്യണേ എന്ന് 3 വട്ടം നമ്മൾ ചൊല്ലും സാധാരണ. ഞങ്ങളുടെ സ്വലാത്ത് ചൊല്ലും. അങ്ങനെയാണ് അഷ്റഫ് അവസാനിക്കുന്നത്. ഇതാണ് അഷ്റഫയുടെ ആശയം. 10 മണിക്ക് വിടേണ്ടതാണ്, 10:15 അടുത്തു. ربنا